എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 2025 ജനുവരി മാസത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡുക്കളിൽ ഒന്നുകൂടി വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക ലഭിക്കുന്ന ആളുകൾ എന്നിവർ അവർക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ ധനവകുപ്പ് ഉത്തരവായി. ഇതിനായി 1604 കോടി രൂപ എത്തിയിരിക്കുകയാണ്. ഫണ്ട് സർക്കാരിൻ്റെ അക്കൗണ്ടിൽ ആ ഒരു തുക എത്തിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം മന്ത്രി KN ബാലഗോപാലാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുള്ളത്. 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ജനുവരി മാസത്തിൽ 3200 രൂപ വീതമാണ് ലഭിക്കുന്നത്. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി 1500 കോടി രൂപയുടെ കടപ്പത്ര ലേലം കഴിഞ്ഞ ദിവസം മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്ബൽ പോർട്ട് വഴി നടന്നിരുന്നു. തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ജനുവരിയിലെ തനത് പെൻഷനും ഒപ്പം 4 ഗഡു കുടിശ്ശികയിൽ 1 ഗഡു കൂടി വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും. അതായത് മറ്റന്നാൾ മുതലാണ് നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുക. അതായത് സർക്കാരിനുള്ള ഫണ്ടാണ് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. പെൻഷൻ തുക വെള്ളിയാഴ്ച 24-ാം തീയതി മുതലാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലും എത്തിച്ചേരുക. ഈ ഒരു കാര്യം നമ്മുടെ ധനമന്ത്രി തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള കാര്യമാണ്.